ദേവിന്റെ കാര്യം ആലോചിക്കുമ്പോൾ കണ്ണു നിറഞ്ഞൊഴുകുന്ന അവസ്ഥയിലും ലച്ചുവിന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. അങ്ങനെ ടീച്ചർ ഓരോരാളെയും പരിചയപ്പെട്ട് ബെല്ലടിച്ചപ്പോൾ പോയി. ഫാഹു അവനോട് സംസാരിച്ചപ്പോൾ ചെറുതായി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു നിർത്തിയവൻ. ഓഹ് ഭാഗ്യം, ആ മുഖത്ത് പുഞ്ചിരിക്ക് വിടരും തന്നോട് മാത്രമാണ് ചിരിക്കാൻ വയ്യാത്തെന്നോർത്ത് അവൾക്ക് കുശുമ്പ് തോന്നി. അങ്ങനെ അന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്തിരിക്കുന്ന തന്നോട് പോലും ഒന്ന് പോവുകയാണെന്ന് പറയാതെയാണ് അവനന്ന് പോയത്. ഇതെന്താ ജീവി, ഇങ്ങനെയുണ്ടോ മനുഷ്യര്? അങ്ങനെ പല കാര്യങ്ങൾ അവനെക്കുറിച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. ഫാഹുവിന്റെ ചെവി നിറച്ചിരുന്നെന്ന് താൻ. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു പോയി. ഫാഹുവിനോട് എന്തെങ്കിലുമൊക്കെ മിണ്ടും, പക്ഷെ അടുത്തിരിക്കാൻ തന്നോടും സംസാരിക്കില്ല. ഐഷുവിനോട് പോലും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന കാണാം, പക്ഷെ തന്നെ മാത്രം നോ മൈൻഡ്. ക്ലാസ്സിലെ എല്ലാവരോടും അവൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, അത് അങ്ങോട്ട് ചെന്ന് മിണ്ടിയാൽ മാത്രം. മുത്തുകൾ പൊഴിയുന്ന പോലെയാണ് അവന്റെ വായിൽ നിന്ന് വാക്കുകൾ വീഴുന്നത്. ആരെങ്കിലും 5 ചോദ്യം ചോദിച്ചാൽ അവൻ ഒരു വരിയിൽ ആ ഉത്തരം തീർക്കും. ആദ്യം വിചാരിച്ച ജാടയാണെന്നാണ്, കാരണം എന്തൊക്കെ പറഞ്ഞാലും പുള്ളിക്കാരൻ മുടിഞ്ഞ പഠിപ്പിയാണ്. ഇനി അതിന്റെ ജാടയാണെന്ന് ഓർക്കാതിരുന്നില്ല താൻ. വന്ന 2-ാം ദിവസം തന്നെ അവൻ ഉത്തരമുഖ ചറവറ പറഞ്ഞു. ക്ലാസ് ഇല്ലാത്ത നേരത്തെ കിടന്നുറങ്ങും. ഇനി ഉറക്കം വന്നാൽ ക്ലാസ് ഉള്ള സമയത്ത് ഉറങ്ങും. അവനൊന്നും ബാധിക്കില്ല. ഉറങ്ങുന്ന സമയത്ത് ക്ലാസ് എടുത്താൽ പോലും അവൻ നിഷ്പ്രയാസം പറയും. ആ കിടന്നുറങ്ങുന്ന സമയത്ത് തന്നോട് സംസാരിച്ചെന്താ ഇവനെന്ന് താൻ ഓർക്കാതിരുന്നില്ല. ഇവൻ മിണ്ടിയില്ലെങ്കിൽ താനും മിണ്ടിയില്ലെന്ന വാശി എന്നെ പിടികൂടി കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും തനിക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് താൻ അങ്ങോട്ട് ചെന്ന് സംസാരിക്കാൻ ശ്രമിച്ചത്. ആദ്യം പേരും വീടൊക്കെ ദേവ പറഞ്ഞിരുത്തെങ്കിലും തൻ്റെ അടുത്ത് മിണ്ടാണ്ടിരിക്കുന്ന അത്ര എളുപ്പമല്ലെന്ന് കരുതി അവൻ സംസാരിച്ചു. അങ്ങനെ എല്ലാവരും അവൻ അഭി അല്ലെങ്കിൽ ദേവ് എന്ന് വിളിക്കുന്നത് തനിക്ക് ദേവയായി മാറി. അതെന്താ അങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ തനിക്ക് അറിയില്ലായിരുന്നു. അവന്റെ സംസാരത്തിൽ നിന്ന് താൻ മനസ്സിലാക്കി അച്ഛൻ്റെ അമ്മയുടെയും പുന്നാര സന്തതിയാണ് കുട്ടിയെന്ന്. അവരുടെ ലേറ്റ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് പുന്നാരിച്ചാണ് വളർത്തിയത്. അച്ഛനൊരു പാവം കൃഷിക്കാരൻ, അമ്മ ഒരു പാവം വീട്ടമ്മ. സുഖം, സ്വസ്ഥമായ കുടുംബം. അങ്ങനെ 2-3 ദിവസം കടന്നുപോയി. ഞാൻ അങ്ങോട്ട് ചോദിച്ചതിന് ഇവനാകെ തന്നോട് ഇങ്ങോട്ട് ചോദിച്ച തൻ്റെ പേര് മാത്രമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്പോർട്സ് അഡ്മിഷൻ കഴിഞ്ഞ് കുറച്ച് കുട്ടികൾ ക്ലാസ്സിലേക്ക് വരുന്നത്. അവർക്ക് വേണ്ടിയുള്ള ബെഞ്ചൊക്കെ ടീച്ചർ സജ്ജമാക്കിയതിനാൽ ദേവ് തന്നോടൊരു വാക്ക് പോലും പറയാതെ അങ്ങോട്ടേക്ക് സ്ഥലം മാറി. തൻ്റെ അടുത്തിരുന്നാൽ എന്താ അവനെന്ന് ഓർത്ത് ആദ്യം ഒരു വിഷമമുണ്ടായിരുന്നു. പിന്നെ തനിക്കെന്താ എന്ന മട്ടിലായി. എൻ്റെ അടുത്ത് അങ്ങനെ ഒരു പാവം പെൺകുട്ടി വന്നിരുന്നു. ഒരു പാവ അച്ചായത്തി പെണ്ണ്, റീത്ത ജോർജ്. സംസാരിക്കുമ്പോൾ തന്നെ അറിയാം തങ്ങളെപ്പോലെ സംസാരപ്രിയയാണെന്ന്. അതെന്തായാലും ഞങ്ങൾക്ക് 3 പേർക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കൊരു ആശ്വാസമായിരുന്നു അത്. ഇത്രകാലം സംസാരിക്കാൻ പറ്റാത്തൊക്കെ അവളുടെ അടുത്ത് ചൊരിഞ്ഞു. സംസാരിക്കുമ്പോൾ മനസ്സിലായി ആള് കോൺവെന്റിലാണ് താമസം. അപ്പയും അമ്മയും ആരാണെന്ന് പോലും അറിയാതെ ഉപേക്ഷിക്കപ്പെട്ട പെൺകുട്ടി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഒരു പെൺകുട്ടി വന്നു. അഡ്മിഷൻ മുമ്പേ എടുത്തിരുന്നു. എന്തോ സുഖമില്ലാത്തതുകൊണ്ട് ലേറ്റായതാണ് വരാൻ. ഒരു ഉമ്മച്ചിക്കുട്ടി, ഷഹ്മാ നിസാർ എന്ന ദേവിന്റെ മാത്രം ഹേമ. അവൾ നേരെ പോയിരുന്നത് അവന്റെ മുമ്പിലാണ്. എപ്പോഴാണ് അവർ പ്രേമായതെന്ന് അറിയില്ല ആർക്കും. മാസങ്ങൾ പോകെ പോകെ ആ ക്യാമ്പസ് മുഴുവൻ ആ വാർത്ത പ്രചരിച്ചു. ഒരു ഹിന്ദു ചെക്കനൊരു മുസ്ലിം പെൺകുട്ടിയുള്ള പ്രണയം എന്തായാലും എല്ലാവരും നോക്കിക്കണ്ടു. അവളൊരു പാവം തന്നെയാണ്, സംസാരിക്കുകയും ചെയ്യും ഞങ്ങളോട്. പക്ഷെ അവർ രണ്ടും അവരുടെ ലോകത്ത് മാത്രമായിരുന്നു. അവനും അവളും മാത്രമായുള്ള ലോകം അതായിരുന്നു അവർക്ക്. ക്ലാസ്സിൽ എന്തെങ്കിലും ആഘോഷം ഉണ്ടെങ്കിൽ അവർ മാത്രം ഒരു സൈഡായാണ്. എന്തോ അവന് അവളുടെ ലോകത്തേക്ക് മാത്രം മുറുക്കി പിടിച്ചിരിക്കുകയാണെന്ന് എല്ലാവർക്കും തോന്നിയത് അന്നായിരുന്നു. അവൾ വരാത്ത ദിവസം എല്ലാവരോടും സംസാരിക്കുന്ന അവനെ കണ്ട്. താൻ ഇടയ്ക്കൊക്കെ അവനോട് സംസാരിക്കും, എന്നാൽ കൂടുതലില്ല. എന്തെങ്കിലും 2-3 വാക്ക്. ഇവന്റെ കോളേജ് ലൈഫിൽ ഇങ്ങനെ പോയാൽ കൂട്ടുകാരെക്കുറിച്ചുള്ള ഓർമ്മകളൊന്നും ഉണ്ടായില്ലെന്നോർത്ത് തനിക്കായിരുന്നു വിഷമം. അങ്ങനെ പരീക്ഷകളും സെമിനാറും അസൈൻമെന്റും സപ്ലികളൊക്കെ കടന്നുപോയി. അങ്ങനെ മാറ്റത്തോടെ ഞങ്ങൾ സീനിയർ പിള്ളേരായി. മാറ്റമില്ലാതെ നടന്ന് ദേവയും ഹേമയുമായിരുന്നു. ഞങ്ങളെ സീനിയറായതിൻ്റെ ഹരം കൊള്ളിച്ചു. പരിപാടിയൊക്കെ ഓർഗനൈസ് ചെയ്ത് ഞങ്ങൾ അടിച്ചു വിളിച്ചു. കൂട്ടത്തിൽ ഒപ്പം എല്ലാത്തിനും റീത്തുവിനെ കൂടെ കൂട്ടി. റീത്തു ജോർജ് ഞങ്ങൾക്ക് റീത്താമയായിരുന്നു. ഇതിൻ്റെ ഒപ്പം ഫാഹു സപ്ലൈയൊക്കെ കിട്ടി അതൊക്കെ എഴുതിയെടുത്തു. ഇതിനിടയിൽ ഫാഹു തനിക്കൊരു ഫോൺ വാങ്ങി തന്നു. അവനും ഐശ്വര്യൊക്കെ മുമ്പേ ഫോൺ ഉണ്ടെങ്കിലും തനിക്ക് ഉണ്ടായിരുന്നില്ല. അവൻ ഇടയ്ക്കിടയ്ക്ക് ജോലിക്കൊക്കെ പോയി വാങ്ങിത്തന്ന ഫോണാണത്. അവൻ അങ്ങനെയാണ് തൻ്റെ ആവശ്യം നിറവേറ്റാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. മാമിക്ക് സന്തോഷമായി. ഇനി ഫോൺ വാങ്ങാൻ അവർ പൈസ തരേണ്ടല്ലോ. തൻ്റെ അക്കൗണ്ടിലെ കാശൊക്കെ മാമൻ തൻ്റെ കല്യാണത്തിന് എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരുന്നു. റീത്തുവിന് കൂടി വാങ്ങിത്തട്ടേന്ന് ചോദിച്ചെങ്കിലും അവൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു. കാരണം കോൺവെന്റിലെ സിസ്റ്റേഴ്സ് അറിഞ്ഞ കഥ കഴിഞ്ഞു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ അവൾ ലാൻഡ് ഫോൺ വെച്ചാണ് ഞങ്ങൾ വിളിക്കാറ്. അങ്ങനെ കോളേജ് അവസാനിക്കാൻ ഇനി 4 മാസം കൂടി. പിരിയുന്നതിൻ്റെ വിഷമം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരെന്തായാലും ഒന്നിച്ചു പോകാമെന്ന് വെച്ചു. പക്ഷെ റീത്തുവിൻ്റെ കാര്യമായിരുന്നു ചോദ്യചിഹ്നമായി മാറിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ മാമി എനിക്ക് വേണ്ടി കല്യാണാലോചനകളങ്ങ് നിരത്തി. പക്ഷെ താൻ വാശി പിടിച്ചു പഠിച്ച് കഴിയട്ടെ എന്ന്. തൻ്റെ വാശി ഒടുവിൽ ജയിച്ചു. അതിനിടയിൽ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. ഒരാളിന്ന് റീത്തമ്മയെ കാത്ത് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നുണ്ടാവും. വേറെ കോളേജിലാണ് പുള്ളിക്കാരൻ പഠിക്കുന്നത്. BA മറ്റോ എന്താണ്. അങ്ങനെ 2 വർഷമാണ് ആ പയ്യൻ അവൾക്ക് വേണ്ടി എല്ലാ വൈകുന്നേരം ബസ് സ്റ്റോപ്പിൽ കാത്തിരുന്ന്. റീത്തൊക്കെ എന്തൊക്കെ പറഞ്ഞ് അകറ്റാൻ നോക്കിയെങ്കിലും പുള്ളിക്കാരൻ പിടിച്ചു പിടിയാൽ അവളെ കൂടെ സമ്മതം പറയിപ്പിച്ചു.
അങ്ങനെ അവളുടെ മാവും പൂത്തു. റീത്തക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അവൻ്റെ വീട്ടിൽ സമ്മതിക്കില്ലെന്ന് ഓർത്ത്. അതുമാത്രമല്ല, കോൺവെന്റിൽ അറിഞ്ഞാൽ എന്ത് ചെയ്യും? പക്ഷെ പുള്ളിക്കാരൻ പാവമായിരുന്നു. അവളുടെ ജീവനാണ് അദ്ദേഹത്തിന്. അങ്ങനെ അവളുടെ പ്രേമവും ഞങ്ങളുടെ ക്ലാസ്സിൽ പാട്ടായിരുന്നു. കാരണം ആ ബസ് സ്റ്റോപ്പിൽ വെച്ച് പുള്ളിക്കാരൻ അറിയാത്ത ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കോളേജ് അവസാനിച്ചു. പക്ഷേ ദേവിന് ഹേമക്കും ഞങ്ങളുടെ ലോകത്തില്ലാത്തതിനാൽ ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. പലരും പല ദിക്കിലേക്ക് ചേക്കേറി. ഞാൻ ടീച്ചിങ്ങിലേക്കും ഫാഹു ഐശ്വര്യ MBA പഠനവും റീത്ത PSC കോച്ചിങ്ങിനും പോയി. ഇടയ്ക്കൊക്കെ വിളിക്കുമായിരുന്നു റീത്തക്ക്. അപ്പോൾ പറഞ്ഞ് അവിടെ പുള്ളിക്കാരൻ പോലീസ് ടെസ്റ്റൊക്കെ എഴുതിയെടുത്തു എന്ന. ഫാഹു വീടിൻ്റെ തൊട്ടപ്പുറമായതിൽ ഇടയ്ക്കൊക്കെ ഒന്ന് കാണും. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞുപോയി. റീത്തുവിനെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ 3 പേരും കോൺവെന്റിലേക്ക് അന്വേഷിച്ചിറങ്ങിയത്. പക്ഷേ റീത്തുവിൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഗേറ്റിൻ്റെ അകത്തേക്ക് പോലും വിട്ടില്ല. കാര്യങ്ങൾ സെക്യൂരിറ്റി ചേട്ടൻ വഴി അന്വേഷിച്ചറിഞ്ഞപ്പോഴാണ് പെണ്ണാരുടെ കൂടെ ചാടിപ്പോയി എന്നറിഞ്ഞത്. അവൾ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോൾ പറഞ്ഞതാണ് ഒരു കൂട്ടിൽ വന്ന് പെണ്ണന്വേഷിച്ച് വന്നെന്നും ഇവിടെ എല്ലാവർക്കും സമ്മതാണെന്നൊക്കെ. അപ്പോൾ തന്നെ വിചാരിച്ചു അവൾക്ക് ഇഷ്ടപ്പെട്ട ആളുമായിട്ട് ജീവിതം തുടങ്ങിയെന്ന്. അയാളുടെ നാട് വരെ ഫാഹു പോയെങ്കിലും അയാൾ ഏതോ പെങ്കൊച്ചിനൊപ്പം നാട് വിട്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരുപാട് അന്വേഷിച്ച് ഞങ്ങൾ കഴിയും ഇത്, പക്ഷേ ഒന്നും കണ്ടെത്താനായില്ല. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഇടയ്ക്കൊക്കെ മുമ്പ് പഠിച്ചവരെയൊക്കെ കണ്ടു. പക്ഷേ ദേവിനെയും ഹേമയും കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു. റീത്തുവിൻ്റെ ഒരു വിളിക്കായി ഒരുപാട് കാത്തിരുന്നു. പക്ഷെ അതും ഉണ്ടായില്ല. അങ്ങനെ ഞാൻ ഗസ്റ്റ് ലെക്ചറായ ഒരു കോളേജിൽ കയറിയ സമയം ഫാഹു ഐശു ഒരേ സ്ഥലത്ത് തന്നെ ജോലിയിൽ കയറി. അങ്ങനെ അവരുടെ കാര്യം വീട്ടിലറിഞ്ഞു. ആർക്കും പ്രശ്നമില്ലാത്തതിനാൽ അവരുടെ കാര്യം സെറ്റായി. ചെറിയ രീതിയിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. തനിക്കാണെങ്കിൽ കല്യാണാലോചനകൾ തകൃതിയായിട്ട് നടക്കുന്ന കാലം. മാമൻ മുമ്പത്തെ പോലെ ജോലി നടക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മാമി ഭരണം തുടങ്ങി. തൻ്റെ കഷ്ടകാലം വീണ്ടും തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാമി ഒരു ആലോചന കൊണ്ടുവരുന്നത്. മാമിയുടെ സഹോദരൻ്റെ ഭാര്യയുടെ അനുജൻ, ഏകദേശം 40 വയസ്സിനോടുള്ള ഒരു 2ാം കെട്ടുകാരൻ. മാമിക്ക് ചില്ലറയുന്ന കേസായതുകൊണ്ട് മാമി അതിൻ്റെ തലയിൽ വെച്ച് കേട്ടാൽ ഒരുപാട് ശ്രമിച്ചു. ഇതല്ലെങ്കിൽ വേറെ കല്യാണം ഇപ്പോൾ ഉറപ്പിക്കണമെന്നായിരുന്നു മാമി. അങ്ങനെ ഇരിക്കുമ്പോൾ മാമൻ ഒരു ദിവസം മുറിലേക്ക് വിളിപ്പിച്ച് തന്നോട് പറഞ്ഞു, ദേവുവിനും കല്യാണപ്രായമായി, മോളുടെ കഴിഞ്ഞു വേണം നടത്താൻ. നാളെ ഒരു കൂട്ടർ വരും, മോൾ അതിന് സമ്മതിക്കണം. അല്ലെങ്കിൽ മാമി ആ 2ാം കെട്ടുകാരൻ്റെ തലയിൽ വെക്കും മോള്. അതിന് തലയാട്ടി സമ്മതിച്ചു. ആരെയും കാത്തിരിക്കാനില്ലാത്തതുകൊണ്ട് തനിക്കും സമ്മതമായിരുന്നു കല്യാണത്തിന്. ചെറിയൊരു ജോലി കൂടിയായപ്പോൾ സമയമായെന്ന് തോന്നി. ഇനിയെങ്കിലും തനിക്ക് സ്വന്തമായിട്ട് ആരൊക്കെയോ വേണമെന്നൊരു തോന്നൽ. അങ്ങനെ പിറ്റേ ദിവസം തന്നെ മാമൻ പറഞ്ഞ കൂട്ടരും ബ്രോക്കറും എത്തി. താനൊരു സിമ്പിൾ ചുരിദാറിട്ട് മുടിലേശം ക്രാബിട്ട് വെച്ചിരിക്കുകയായിരുന്നു. മാമിക്ക് കൂടുതൽ താല്പര്യമില്ലെങ്കിലും എങ്ങനെയെങ്കിലും തലയിൽ നിന്ന് പോകട്ടെ എന്ന് വെച്ച് മിണ്ടാതിരുന്നു. ചെക്കൻ്റെ അച്ഛനും അമ്മയും മാത്രമാണ് ബ്രോക്കറിൻ്റെ കൂടെ വന്ന്. ചെക്കൻ പോലീസിലാണെന്നും എന്തോ മീറ്റിങ്ങുകൾ കൊണ്ട് വരാൻ പറ്റില്ല പോലും. അമ്മക്കും അച്ഛനും ഇഷ്ടമായി അയാളും കാണാൻ വരുമെന്നാണ് പറഞ്ഞത്. ഒരു കോട്ടൺ സാരി ഉടുത്ത് അധികം ചമയങ്ങളില്ലാതെ നല്ല ഐശ്വര്യം തുളുമ്പുന്ന മുഖമുള്ളൊരമ്മ. മുഖത്ത് പുഞ്ചിരി തന്നെയാണ് എപ്പോഴും. അതുപോലെ തന്നെയായിരുന്നു അച്ഛൻ, ഒരു സാധു. പുഞ്ചിരിച്ചുകൊണ്ട് തന്നെയാണ് സംസാരം. തൻ്റെ കാര്യങ്ങളൊക്കെ മാമൻ പറഞ്ഞതും ആ അമ്മ തന്നെ ചേർത്തിരുത്തി പറഞ്ഞു, അതിനെന്താ, സ്വന്തമായിട്ടേ കാണുള്ളൂ. ഒരു മകളില്ലാത്ത സങ്കടം ഇവളെ കണ്ടപ്പോഴാണ് മാറിയത് എന്ന്. അങ്ങോട്ട് വരാൻ ഒരുങ്ങിക്കോ എന്ന് പറഞ്ഞ് തൻ്റെ നെറ്റിൽ ഉമ്മ തന്നിട്ടാണ് പോയത്. അച്ഛനും ചേർത്ത് പിടിച്ചു. എന്തോ തനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. താനും അവരുടെ കുടുംബത്തിൻ്റെ ഭാഗമാവുന്ന ഓർത്ത്. ഇങ്ങനെ ഒരു അച്ഛൻ്റെ അമ്മയുടെ മകൻ ഒരിക്കലും മോശമാവില്ലെന്ന് തന്നെ വിശ്വസിച്ചു. ചെറുക്കൻ്റെ ഫോട്ടോ മാമൻ്റെ കയ്യിൽ കൊടുത്തെങ്കിലും താൻ കണ്ടില്ല. അവർക്ക് ഇഷ്ടമായാൽ അത് തനിക്കും ഇഷ്ടമാണെന്ന് മാമനോട് പറഞ്ഞു. ജാതകം നോക്കി 10ൽ 10 പൊരുത്തമുണ്ടെന്നും അവർക്ക് പെണ്ണിന് ഇഷ്ടമായെന്നും പറഞ്ഞു. എത്രയും വേഗം അവർ കല്യാണം നടത്തണം പോലും. പൊന്നും പണമൊന്നും വേണ്ട, പെണ്ണിനെ മാത്രം മതിയെന്ന്. താൻ ജോലിക്ക് പോകുന്നില്ല, അവർക്ക് പ്രശ്നമില്ല. ചെറുക്കൻ തന്നോട് നേരിട്ട് സംസാരിക്കാണ്ടെന്ന് പറഞ്ഞ് ബ്രോക്കർ നമ്പർ തന്നു. അന്ന് രാത്രി തന്നെ അതിൽ നിന്ന് മെസ്സേജ് വന്നു, ഹേയ്, ഐ വാണ്ട് ടു മീറ്റ് യു ടുമോറോ. കം അറ്റ് നൈഫ് കഫേ അറ്റ് മോർണിംഗ് 10. ഐ വിൽ വെയിറ്റ് ഫോർ യു. ഇതെന്ത് ചെറുക്കൻ? ഒന്നല്ലെങ്കിൽ ആ പേര് പറഞ്ഞെങ്കിൽ മെസ്സേജ് അയച്ചൂടെ? ബ്രോക്കർ നമ്പർ എന്നോട് തനിക്ക് മനസ്സിലായി. ഇതേതോ കമ്പനി മീറ്റിംഗ് വിളിക്കുന്ന പോലെയാണല്ലോ. ആദ്യമെങ്കിലും ടോപ്പിക്ക് പറഞ്ഞ് വിളിക്കും. ഇതൊരു ഓർഡർ പോലെ. പോലീസായതിൻ്റെ അഹങ്കാരമാണോ? വരട്ടെ, നാളെ അയാളെ കണ്ടിട്ട് മതി ഈ മോശക്കോടിനെ കെട്ടണോ വേണ്ടെന്ന് തീരുമാനിക്കാൻ. ഫോട്ടോ കണ്ടാലെന്നോർത്ത് DP നോക്കാൻ ശ്രമിക്കുമ്പോൾ ഫോട്ടോ ഒന്നുമില്ല. ലച്ചു പിറുപിറുത്തു. ആലോചന വന്നു. നാളെ കാണാൻ പോകുന്നൊക്കെ ഫാഹുവിനെ ഐഷ്ണോട് വിളിച്ചു പറഞ്ഞു. അവർ കമ്പനി ട്രിപ്പിലായതുകൊണ്ട് അവരൊപ്പം കൂട്ടാനും പറ്റില്ലെന്ന് ഓർത്ത് ലച്ചു. അങ്ങനെ രാവിലെ തന്നെ ഒരു ഇളനീല സെറ്റ് സാരി ഉടുത്തു. മുടി പിന്നെ എന്ന് ചെയ്യുന്ന പോലെ ലേശം മുടിയെടുത്ത് ക്രാബ് ഇട്ടു. കണ്ണൊക്കെ നന്നായിട്ട് എഴുതി. ഐലൈനർ കൂടി ഇട്ടു. ചുണ്ടിൽ ലേശം ലിപ്പാമും. ചെറിയൊരു കറുത്ത പൊട്ടും തൊട്ടു. കഴുത്തിലൊരു നേർത്ത ചെയിനാണ്, ഒരു ഹാർട്ട് ഷേപ്പ് സ്റ്റെഡും. അങ്ങനെ ഒരിക്കലൊക്കെ പൂർത്തിയായി അവൾ ഇറങ്ങി. രാവിലെ ലീവ് എടുത്ത് ഉച്ചയാകുമ്പോൾ കോളേജിൽ പോകാനായിരുന്നു അവളുടെ പ്ലാന്. അവൾ അവിടെ എത്തുമ്പോൾ തന്നെ സമയം 9:50 ആയിരുന്നു. കഫേ അല്പം വലുതായതിനാൽ ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. അതുമില്ല, ഇന്ന് വരെ കാണാത്ത ആളെങ്ങനെ കണ്ടുപിടിക്കുന്ന ഓർത്തപ്പോഴാണ് കോൾ ചെയ്യാമെന്ന് വിചാരിച്ച്. ലച്ച് ഫോണെടുത്ത് മോശയുടെ നിന്ന് സേവ് ചെയ്ത് നമ്പറിലേക്ക് വിളിച്ചുകൊണ്ട് ചുറ്റും നോക്കി. ഹലോ, ഞാൻ ലക്ഷ്മിയാണ്. ഇന്ന് കാണാൻ പറഞ്ഞ കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. താൻ എവിടെയാ? ആ, മനസ്സിലായി. ഒരു ബ്ലൂ സാരിയാണോ വേഷം?
തിരിഞ്ഞേൽക്കുന്നുണ്ട് അവളുടെ മുഖം അവൻ കണ്ടില്ല. ആ അത് തന്നെ, അവൾ സ്വയം നോക്കി ഉറപ്പുവരുത്തിക്കൊണ്ട് പറഞ്ഞു. ആ എന്നാ പിന്നിലേക്ക് നോക്ക്. പിന്നിൽ നിന്നുള്ള 4ാമത്തെ ടേബിൾ. അവൻ കൈ പൊക്കിക്കൊണ്ട് പറഞ്ഞു. ആ കണ്ടു. അതും പറഞ്ഞുകൊണ്ട് ലച്ചു ഫോൺ കട്ട് ചെയ്തു. കുറച്ച് ദൂരമുണ്ടായതിനാൽ ലച്ചുവിന് അത് ദേവാണെന്ന് മനസ്സിലായിരുന്നില്ല. എന്നാൽ അവൻ്റെ അടുത്തേക്ക് നടന്നെത്തിയതിനു ശേഷമാണ് അവൾക്ക് അത് ദേവാണെന്ന് മനസ്സിലായത്. അവൾ അവനെ നോക്കി നിന്നുപോയി. ക്ലീൻ ഷേവ് ചെയ്ത കട്ടിമീശൊക്കെയായി ഒരു മൊഞ്ചനായി പോയി എന്ന് ഓർത്തു അവനെ കണ്ട് ലച്ചു. ആ പൊടിമീശക്കാരനിൽ നിന്നും ഒരുപാട് വ്യത്യാസം മുഖത്ത് കാണാനുണ്ട്. എന്നാൽ ആ കാഴ്ചയിൽ തന്നെ അവനെ കണ്ടുപിടിക്കാൻ പറ്റി ലച്ചുവിന്. കട്ട മസിൽ ബോഡി ആ ടീഷർട്ടിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. കാക്കി പാൻറ്റും പോലീസ് ഷൂ ആണ് അവൻ ധരിച്ചിട്ടുള്ളത്. ഒരു കൂളിംഗ് ഗ്ലാസ് ടീഷർട്ടിൽ തിരികിയിട്ടുണ്ട്. കയ്യിലൊരു റാഡോ വാച്ച്. അന്നും സുന്ദരനായിരുന്നു. ഇന്ന് അതിനേക്കാളും കുറച്ച് കൂടിയെന്ന് അവൾ ഓർത്തു. ദേവിനും അറിയില്ലായിരുന്നു അവളാണ് അമ്മ തനിക്ക് വേണ്ടി കണ്ടുപിടിച്ച പെണ്ണെന്ന്. അച്ഛനും അമ്മക്ക് ഒരുപാട് ഇഷ്ടമായി പോലും അവളെ. താൻ നേരിട്ട് കാണാമെന്ന് വെച്ച് ഫോട്ടോ കണ്ടില്ല. അല്ലെങ്കിലും താൻ കണ്ടിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ അവൻ ഓർത്തു. മുമ്പത്തേക്കാളും കുറച്ച് പക്വത തോന്നിക്കുന്നുണ്ട് അവളെ കാണുമ്പോൾ. അത് ചിലപ്പോൾ സാരി എടുത്തുകൊണ്ടായിരിക്കും അവൻ ഓർത്തു. നീ ഇരിക്കും. നീയാണ് ചെറുക്കെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. നീ ഇപ്പോൾ എവിടെ ജോലി ചെയ്യുന്നു? എവിടെയായിരുന്നു നീ? നിന്റെ ഒന്നും ഒരു വിവരം ഉണ്ടായിരുന്നില്ലല്ലോ, ലച്ചു ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. ലച്ചുവിന് ഹേമ എവിടെയെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും പക്ഷെ അവളെന്തോ ചോദിച്ചില്ല. നീയാണ് പെണ്ണെന്ന് ഞാനും അറിഞ്ഞില്ല. ഞാനിപ്പോൾ ട്രിവാൻഡ്രം ACP ആണ്. ഓ അത് ശരി. അല്ല ഈ കല്യാണം അപ്പോൾ ഹേമ? ലച്ചു വിക്കിക്കൊണ്ട് ചോദിച്ചു. അതൊക്കെ കഴിഞ്ഞു. എല്ലാ കഥയിലുള്ള പോലെ എന്നെക്കാളും നല്ലൊരു ബന്ധം വന്നപ്പോൾ അവൾ പോയി. ഓഹ് അല്ലടാ, നിന്റെ സ്വഭാവത്തിന് അന്നും ഇന്നൊരു മാറ്റമില്ല, ലച്ചു പറഞ്ഞു. അവൻ എന്തേന്ന രീതിയിൽ നോക്കി. അല്ല ഞാൻ ഇത്രയൊക്കെ ചോദിച്ചിട്ട് നീ എന്താ ഞാൻ എന്ത് ചെയ്യാണെന്നോ എവിടെയാണ് ജോലിയാണെന്നോ ചോദിക്കാതെ? അതുപോട്ടെ, അതിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു ജ്യൂസെങ്കിലും വാങ്ങി തന്നു. മുമ്പേ പരിചയമുള്ള ഗുണമായി. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ എപ്പോഴും സ്ഥലം കാര്യമാക്കിയേനെ. ലച്ചുവിൻ്റെ പറച്ചിൽ കേട്ട് ദേവിൻ്റെ ചുണ്ടിൽ ചിരി മിന്നി. ശരി പറ, നിനക്കെന്താ വേണ്ടത്? എനിക്കൊരു ചിക്കു ജ്യൂസ്. ചോദിക്കാൻ കാത്തുന്ന പോലെ തന്നെ ലച്ചു മറുപടി കൊടുത്തു. ശ്രീലക്ഷ്മി, തനിക്കറിയാലോ ഞാനും ഹേമ എങ്ങനെയായിരുന്നെന്ന്. എനിക്കിപ്പോൾ ഒരു കല്യാണത്തിന് താല്പര്യമില്ല. അമ്മയുടെ നിർബന്ധപ്രകാരം ഇപ്പോൾ തന്നെ ഈ കല്യാണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്ന എനിക്ക്. ദേവ് പറഞ്ഞു നിർത്തിയ ജ്യൂസ് വന്നിരുന്നു. എന്ന് വെച്ചാൽ? ലച്ചു അത്ഭുതത്തോടെ അവനെ നോക്കി. എന്ന് വെച്ചാൽ എനിക്ക് കല്യാണത്തിന് സമ്മതമാണ്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. എന്ത് കണ്ടീഷൻ? നമ്മൾ തമ്മിൽ ഈ കല്യാണം 1 വർഷത്തിന് മാത്രമായിട്ട് കഴിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു 1 ഇയർ കോൺട്രാക്റ്റ്. അത് കഴിഞ്ഞാൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. നീ സമ്മതിച്ചില്ലെങ്കിൽ വേറൊരു പെൺകുട്ടി. എനിക്ക് അത്രയേ ഉള്ളൂ. നീ തീരുമാനിക്കും. എന്നിട്ട് രാത്രി എന്നെ മറുപടിയാണ്. പിന്നെ ഈ ഒരു കാര്യം ആരും ഒരിക്കലും അറിയാൻ പാടില്ല. ഞാൻ വരട്ടെ, ഒരു മീറ്റിംഗ് ഉണ്ട്. അവൻ അത് പറഞ്ഞുകൊണ്ട് ബില്ല് പേ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി.